ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു സിമ്പിളായിട്ടുള്ള സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഇതിനായിട്ട് മതി. അപ്പോൾ ഇത് നല്ലോണം പഴുത്ത പഴമൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും, വലിയവർക്കും അതുപോലെ തന്നെ ഇഷ്ടമാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഇടയിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ഇട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് തരാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യൽ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനെന്തെല്ലാം ചേരുവകൾ വേണം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. പഴം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണ്ട, കാരണം നമുക്കിത് നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ ഒന്ന് വേവിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഈ സ്നാക്സിൽ കടിക്കണം. അപ്പോൾ അതിനായിട്ട് ഒരുപാട് കട്ടി കുറയാതെ വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ 2 പഴം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് മുട്ടയാണ്. ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മിക്സഡ് ജാറിലേക്ക് ഞാൻ 3 മുട്ടയും പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മീഡിയം സൈസിലുള്ള പഴമായതുകൊണ്ട് 3 മുട്ട, വലിയ പഴമാണെങ്കിൽ അതനുസരിച്ചിട്ട് 1 മുട്ട കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് മധുരം ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/2 ഗ്ലാസോളം മധുരം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അത് അടിച്ചെടുത്ത് വെച്ചിട്ട് നമുക്ക് ഇനി അടുത്തതൊരു പാനിലേക്ക് ഒരു 1.5 സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ആ നെയ്യിൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ട് വറുത്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അതിനൊക്കെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. ഇനി ആദ്യം നമുക്ക് കാഷ്യൂനട്ട് വറുത്തെടുക്കാം. അത് കഴിയുമ്പോൾ കിസ്മിസ് വറുത്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കറുത്ത മുന്തിരിയും യൂസ് ചെയ്യാം കേട്ടോ വേണമെങ്കിൽ. അപ്പോൾ ഞാനത് രണ്ടും വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ഏത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഏത്തപ്പഴം നമുക്കൊന്ന് പകുതി ആ നെയ്യിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. നമ്മളിനി ഒന്നും കൂടെ ആവി കയറ്റാനുള്ളതല്ലേ, വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പകുതി ഒന്ന് നമുക്കിതിൽ വേവിച്ച് കിട്ടിയാൽ മതി. നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നവരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പഴം ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു വലിയ ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ ബൗളിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല, വലിയവർക്കും ഇഷ്ടമാവും. ആ നെയ്യുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. പിന്നെ വെളിച്ചെണ്ണേനേക്കാൾ കുറച്ചുകൂടി നല്ലത് വെജിറ്റബിൾ ഓയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം. കേക്ക് ടിന്നോ അല്ലെങ്കിൽ സ്റ്റീൽ, അലൂമിനിയം, ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം. നമുക്ക് കുറച്ച് കട്ടിയുള്ളൊരു പാത്രമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് ടിന്നൊക്കെ എടുക്കുമ്പോൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വിട്ട് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില കേക്ക് ടിന്നിലൊക്കെ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അലൂമിനിയം പാത്രം, വീട്ടിലുള്ള പാത്രം എടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മിക്സിലേക്കും വേണമെങ്കിൽ ചേർക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ മുകൾ ഭാഗത്ത് മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ ആദ്യം നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഈ മിക്സിൻ്റെ ട്രേ എടുത്ത് വെക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് വെക്കാത്ത എന്താ വെച്ചാൽ നമ്മുടെ മുട്ടയുടെ മിക്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ഒന്നും വെക്കുന്നില്ലാത്തത്. അപ്പോൾ നമുക്ക് ഈ പാനിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇനി ഒരു മൂടി വെച്ചിട്ട് മൂടി വെക്കാം. ഒരു 20-25 മിനിറ്റോളം നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ഈസിയായ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചേരുവകളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ. നമ്മളെപ്പോഴും തന്നെ വാങ്ങുന്ന സാധനങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസായിട്ട് വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.